നമസ്കാരം. നിത്യജ്യോതിഷം എന്ന പ്രതിദിന പംക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ ദിവസത്തെയും പഞ്ചാംഗ വിഷയങ്ങളും മുഹൂർത്ത വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രതിദിന പരിപാടിയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ദിവസം 2025 മെയ് 29 വ്യാഴാഴ്ചയാണ്. ഇന്നത്തെ കലിദിന സംഖ്യ 18,72,359. കൊല്ലവർഷം ഇടവം 15 ഇന്ന്. ഇടവപ്പാതി തുടങ്ങേണ്ട ദിവസം. ശകവർഷം 1947 ജ്യേഷ്ഠമാസം 8-ാം തീയതിയാണ്. തമിഴ് മാസം വൈകാശി 15-ാം തീയതി. ഇന്നത്തെ നക്ഷത്രം തിരുവാതിര. ഇന്നത്തെ തിഥി ശുക്ലപക്ഷ തൃതീയ. ഇന്നത്തെ നിത്യയോഗം ശൂല എന്ന പേരിലുള്ള നിത്യയോഗമാണ്. ഇപ്പോൾ രോഹിണി ഞാറ്റുവേലയാണ്. രോഹിണി ഞാറ്റുവേല എന്ന് പറയുമ്പോൾ ശരാശരി മഴ തുടങ്ങുന്ന സമയം. ഇനി വരുന്ന ഞാറ്റുവേലകളിൽ മകയിരം ഞാറ്റുവേലയിലും തിരുവാതിര ഞാറ്റുവേലയിലും മഴ വളരെ തീവ്രമായിരിക്കും. ഇപ്പോൾ ഉത്തരായന കാലമാണ്, ഗ്രീഷ്മ ഋതു. ഇന്നത്തെ സൂര്യോദയം രാവിലെ 6 മണി കഴിഞ്ഞ് 6 മിനിറ്റിനാണ്. ഇന്നത്തെ അസ്തമയം വൈകുന്നേരം 6 മണി കഴിഞ്ഞ് 33 മിനിറ്റ്. ഇന്നത്തെ രാഹുകാലം ഉച്ചയ്ക്ക് 1 മണി 53 മിനിറ്റ് മുതൽ 3 മണി 26 മിനിറ്റ് വരെയാണ്. രാഹുകാലം പ്രത്യേകം പറയാനുള്ള കാരണം നമ്മുടെ കലണ്ടറിൽ കാണുന്ന പൊതുവായുള്ള രാഹുകാലവും ഓരോ ദിവസത്തെയും സ്ഫുടം ചെയ്ത രാഹുകാലവും വ്യത്യസ്തമായിരിക്കും. സൂക്ഷ്മപ്പെടുത്തിയ രാഹുകാലമാണ് ഇവിടെ പറയുന്നത്. ഇന്നത്തെ ഗുളികകാലം 9 മണി 12 മിനിറ്റ് മുതൽ 10 മണി 46 മിനിറ്റ് വരെയാണ്. ഇന്ന് സൂര്യോദയ സമയത്ത് കാലഹോരയുടെ അധിപൻ ഇന്നത്തെ ദിവസത്തിൻ്റെ പേര് വരുന്ന അതേ ഗ്രഹമായിരിക്കും. ഇന്ന് വ്യാഴാഴ്ചയാണ്. അതിനാൽ ഇന്നത്തെ സൂര്യോദയ സമയത്തെ കാലഹോര ഗുരുവിൻ്റെ ആയിരിക്കും. അതിനുശേഷം ക്രമമനുസരിച്ച് ഓരോ മണിക്കൂർ മാറുന്തോറും കാലഹോരാധിപനും മാറിക്കൊണ്ടിരിക്കും. ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം. നമുക്ക് ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള അനുയോജ്യമായ സമയമാണ് അഭിജിത്ത് മുഹൂർത്തം. ഒരു ദിവസത്തിൻ്റെ മധ്യാഹ്ന സമയത്തായിരിക്കും അഭിജിത്ത് മുഹൂർത്തം വരിക. ആ സമയത്ത് നമുക്ക് മറ്റു പരിഗണനകളൊന്നും കൂടാതെ രാഹുകാലം പോലും നോക്കാതെ നമുക്ക് ശുഭകാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ അഭിജിത്ത് ഉച്ചയ്ക്ക് 11:55 മുതൽ 12:17 വരെയും അതിനുശേഷം 12:21 മുതൽ 12:43 വരെയാണ്. ഇടയ്ക്കുള്ള 4 മിനിറ്റ് 12:17 12:21 ഇടയ്ക്കുള്ള സമയം മധ്യാഹ്ന വർജ്യമാണ്. ഇന്നത്തെ ചന്ദ്രാഷ്ടമം വൃശ്ചികം രാശിയിൽ ജനിച്ചവർ, വൃശ്ചികക്കൂറിൽ ജനിച്ചവർക്കാണ്. അതായത് വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും അനിഴം നക്ഷത്രത്തിലും തൃക്കേട്ട നക്ഷത്രത്തിലും ജനിച്ചവർക്ക് ഇന്ന് ചന്ദ്രാഷ്ടമമാണ്. ഇവർക്ക് ചന്ദ്രൻ 8-ാമത്തെ രാശിയിൽ വരുന്നതുകൊണ്ട് ശുഭകാര്യങ്ങൾ വർജിക്കുക. ഇന്നത്തെ ഗ്രഹനില നോക്കാം. സൂര്യോദയ സമയത്തുള്ള ഗ്രഹനിലയാണിത്. ഇടവത്തിൽ സൂര്യനും ബുധനും, മിഥുനത്തിൽ ചന്ദ്രനും ഗുരുവും, കർക്കടകത്തിൽ ചൊവ്വയും ഗുളികനും, ചിങ്ങത്തിൽ കേതു, കുംഭത്തിൽ രാഹു, മീനത്തിൽ ശുക്രനും ശനിയും. ഇതാണ് ഇന്നത്തെ ഗ്രഹനില. നമ്മൾ നവഗ്രഹങ്ങളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഗ്രഹത്തിൻ്റെയും സ്വക്ഷേത്രത്തിനെ പറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1-2 ചെറിയ കാര്യങ്ങളൂടെ ഇവിടെ പ്രതിപാദിക്കാം. ഓരോ ഗ്രഹത്തിനും സ്വക്ഷേത്രം പോലെ ഉച്ചക്ഷേത്രവും മൂലക്ഷേത്രവും ഉണ്ട്. ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ഒരു ഗ്രഹത്തിന് പൂർണ്ണ ബലമായിരിക്കും. അതിൻ്റെ മൂലത്രികോണ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ബലം കുറച്ചുകൂടി കുറവായിരിക്കും. സ്വക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ഏകദേശം പകുതി ബലമായിരിക്കും. അതിനുശേഷം അതിൻ്റെ ശത്രുക്ഷേത്രത്തിൽ വരുമ്പോൾ ബലം ഏറ്റവും കുറവായിരിക്കും. ഓരോ ഗ്രഹത്തിൻ്റെയും ഉച്ചനീചക്ഷേത്രങ്ങൾ
ചുരുക്കി ഇവിടെ പ്രതിപാദിക്കാം. ഉച്ചക്ഷേത്രത്തിൻ്റെ 7ാമത്തെ രാശിയായിരിക്കും നീചക്ഷേത്രം എല്ലാ ഗ്രഹങ്ങൾക്കും. സൂര്യനെ സംബന്ധിച്ചിടത്തോളം ഉച്ചക്ഷേത്രം എന്ന് പറയുന്നത് മേടൻ രാശിയിൽ 10ാമത്തെ ഡിഗ്രിയാണ്. മേടൻ രാശി സൂര്യൻ്റെ ഉച്ചക്ഷേത്രമാണ്. ചന്ദ്രൻ ഇടവൻ രാശിയാണ് ചന്ദ്രൻ്റെ ഉച്ചക്ഷേത്രം. ഗുരുവിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കർക്കടകം 5ാമത്തെ ഡിഗ്രിയാണ് ഗുരുവിൻ്റെ ഉച്ചക്ഷേത്രം. കർക്കടകം രാശി കർക്കടകക്കൂറ് ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഉച്ചക്ഷേത്രമാണ്. ബുധൻ ഗ്രഹത്തിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബുധൻ കന്യയാണ് ബുധൻ്റെ ഉച്ചക്ഷേത്രം. ശനിയുടെ ഉച്ചക്ഷേത്രം തുലാം കൂറാണ്. ചൊവ്വയുടെ ഉച്ചക്ഷേത്രം മകരമാണ്. ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനവും. ഇതിൻ്റെ ഉച്ചസ്ഥാനത്തിൻ്റെ 7ാമത്തെ സ്ഥാനം നീചരാശിയാണ് ഓരോ ഗ്രഹത്തിൻ്റെയും. അങ്ങനെ നോക്കുമ്പോൾ സൂര്യന് തുലാം രാശിയും ചന്ദ്രന് വൃശ്ചികക്കൂറും കുജന് കർക്കടകവും ശുക്രന് മീനവും ഗുരുവിന് മകരവും ബുധന് മീനവുമാണ് നീചക്ഷേത്രങ്ങൾ. ഗ്രഹങ്ങളുടെ ബലാബലങ്ങൾ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഈ ഒരു കാര്യം കൂടെ നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ്. ഇന്നത്തെ ഗ്രഹനിലയും പഞ്ചാംഗ വിഷയങ്ങളുമാണ് ഇവിടെ പ്രതിപാദിച്ചത്. നമ്മുടെ നിത്യജീവിതത്തിൽ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ ദിവസവും ഈ പരിപാടി തുടരുന്നതായിരിക്കും. നന്ദി.